പൊങ്കാലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. കാലടി കാറ്റ്സ് ക്ലബ്ബും ടോളിൻസ് ക്ലബ്ബും ചേർന്നൊരുക്കുന്ന സൗജന്യ ഡയാലിസിസ് പദ്ധതിയായ കാറ്റ്സ് ഹോപ്പിൽ പങ്കാളിയാകാൻ താൽപര്യമറിയിച്ച് ജസ്റ്റിസ് കുര്യൻ ജോസഫ്. പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യം അറിയിച്ചത്. ഒരു മെഷീൻ്റെ വിലയുള്ളൂ. പക്ഷെ അവിടെ നിന്ന് മെഷീൻ ഇടാൻ സ്ഥലമുണ്ടെന്ന് എനിക്കറിയാൻ പറ്റില്ല. സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ കാറ്റ്സ് ക്ലബിന്റെ അടുത്ത വർഷത്തെ പ്രോജക്റ്റ് ഒരു ഡയാലിസിസ് മെഷീൻ തന്നെ ആക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതും ഇതുപോലെ ഇപ്പോൾ ടോളിംഗ് വർക്ക് ചെയ്യുന്ന കാര്യങ്ങളിൽ പകുതി നിങ്ങൾ ഇടാമെങ്കിൽ പകുതി ഞാനെന്നുള്ളത് ഒരു മെഷീൻ കൊടുത്തുകൂടി 21ാമത്തെ മെഷീൻ അവിടെ സ്ഥലമുണ്ടെന്നുണ്ടെങ്കിൽ വളരെ സന്തോഷമുള്ള ഒരു കാര്യം സംബന്ധിച്ചുള്ളൂ. അതുപോലെ തന്നെ ഈ 20 എന്നുള്ളത് ഒരു പൂർണ്ണസംഖ്യയാക്കും, ഒരു 25 5 പേരുടെ ആയിട്ട് ഞാനും സപ്പോർട്ട് ചെയ്യാം. ഈ കാറ്റ്സ് ക്ലബ്ബ് പിന്നെ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അവർ പകുതി ആയിട്ട് പകുതിയാണെന്നുള്ള ഞങ്ങൾക്ക് അവർ ലിമിറ്റ് ഉണ്ടോ ഈ 5 പേരുടെ ബേസിൽ ഞാൻ ഒരു 25 പേർ. കാരണം ഇപ്പോഴും താഴെ വന്ന ആള് നിൽക്കുന്നതിന് സത്യത്തിൽ എനിക്ക് സങ്കടമുണ്ട്. ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ ഡയാലിസിസ് ചെയ്യുന്ന 20 രോഗികൾക്കാണ് അടുത്ത ഒരു വർഷത്തേക്ക് ആഴ്ചയിൽ ഒരു ഡയാലിസിസിനുള്ള സൗജന്യ കൂപ്പൺ നൽകുന്നത്. 5 ഡയാലിസിസ് രോഗികൾക്ക് കൂടി അടുത്ത ഒരു വർഷത്തേക്ക് ആഴ്ചയിൽ ഒരു ഡയാലിസിസ് ചെയ്യുവാനുള്ള തുകയാണ് ക്ലബ് മുഖേന നൽകാൻ ജസ്റ്റിസ് കുര്യൻ ജോസഫ് താൽപര്യം അറിയിച്ചത്. കൂടാതെ അടുത്ത വർഷം ക്ലബ്ബുമായി ചേർന്ന് ഡയാലിസിസ് മെഷീൻ വാങ്ങി നൽകാൻ തയ്യാറാണെന്നും അദ്ദേഹം അറിയിച്ചു. പ്രസിഡന്റ് ജസ്റ്റോ പോൾ അധ്യക്ഷത വഹിച്ചു. ആശുപത്രി ഡയറക്ടർ ഫാദർ ജേക്കബ് പാലക്കപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി. സൗജന്യ ഡയാലിസിസ് കൂപ്പൺ വിതരണ ഉദ്ഘാടനം ടോളിൻസ് ഗ്രൂപ്പ് ജനറൽ മാനേജർ അബ്രഹാം കുരുവിള നിർവഹിച്ചു. സെക്രട്ടറി PA ജോയ്, പ്രൊജക്ട് കോർഡിനേറ്റർ CD ജോയ് എന്നിവർ സംസാരിച്ചു. കാറ്റ്സ് ക്ലബ് അംഗങ്ങളും കുടുംബാംഗങ്ങളും കാലടി പള്ളി വികാരി ഫാദർ മാത്യു കിലിക്കൻ, വിവിധ സംഘടനാ പ്രതിനിധികളും ടോളിൻസ് ഗ്രൂപ്പ് ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു.